Hello my dear friends, welcome to SCIPRO. നമ്മുടെ FSO സിലബസ് വന്നിരിക്കുകയാണ്. കുറേ ഡിലീഷൻസ് ഉണ്ട് അല്ലേ? അഡീഷൻസ് ഒന്നുമില്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള സിലബസാണ്. നിങ്ങൾക്കിനി ഈസി ആയിട്ട് പഠിച്ചു തുടങ്ങാം അല്ലേ? അപ്പോൾ ഇനിയും പഠിച്ചു തുടങ്ങിയിട്ടില്ലാത്തവർക്കും പഠിച്ച് എടുക്കാം. നമുക്കിനി ഏകദേശം ഒരു 3 മാസമുണ്ട്. നമുക്ക് ജാനുവരി 18-ാം തീയതിയാണ് എക്സാമിനേഷൻ വരുന്നത്. അപ്പോൾ ഏകദേശം ഒരു 3 മാസം ടൈം ഇനിയും കിടപ്പുണ്ട്. നിങ്ങൾക്ക് പഠിക്കാനുള്ള ടൈം ധാരാളമുണ്ട്. ഓക്കെ, നമുക്കൊരു ചെറിയ രീതിയിലുള്ള സിലബസാണ് വന്നേക്കുന്നത്. അപ്പോൾ ഒന്ന് ശ്രമിച്ച് നോക്കാം അല്ലേ? അപ്പോൾ മിക്കവരും ഇപ്പോൾ ജനറൽ PSCയും FSOയും എല്ലാം കൂടെ ഒന്നിച്ച് വന്നവരൊക്കെ ഉണ്ടാവും അല്ലേ? ഏകദേശം ഡേറ്റൊക്കെ. അപ്പോൾ അതുകൊണ്ട് പഠിക്കണ്ട എന്നാരും വിചാരിക്കണ്ട. എല്ലാവരും FSO നിങ്ങൾ അപ്ലൈ ചെയ്ത് എല്ലാവരും കൺഫർമേഷൻ കൊടുത്തിട്ട് ഇപ്പം തന്നെ പഠിച്ച് തുടങ്ങി ഇപ്പം തന്നെ പഠിച്ചു തുടങ്ങിയാൽ മതി. നിങ്ങൾക്ക് എന്തായാലും നമുക്ക് ഒരു ഏകദേശം ഒരു 70 അല്ലെങ്കിൽ 75 ഒക്കെ സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പഠിച്ചെടുക്കണം. അപ്പോൾ 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ ക്വസ്റ്റ്യൻ ഡിലീഷൻസ് എന്നുള്ള ഒരു വലിയൊരു സംഭവം കിടപ്പുണ്ട്. അപ്പോൾ നിങ്ങൾ എത്രത്തോളം നിങ്ങൾക്ക് മാർക്ക് കിട്ടിയാലും ചിലപ്പോൾ നമുക്ക് ഒരു 6 മാർക്ക് 7 മാർക്ക് മാക്സിമം ചിലപ്പോൾ ഒരു 8 മാർക്ക് വരെയൊക്കെ ചിലപ്പോൾ ഒരു ഡിലീഷൻ വരാനുള്ള ഇപ്പോൾ റീസെൻ്റായിട്ട് അങ്ങനെ ഡിലീഷൻസ് ഉണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ മൈക്രോബയോളജിസ്റ്റ് എഴുതിയാലും അതിന് മുമ്പ് അസിസ്റ്റൻറ്റ് സയൻറ്റിസ്റ്റ് ആയാലും JS ഒക്കെ ആയാലും ഒക്കെ ഈ ഇടയ്ക്കുള്ളതിനൊക്കെ ഒരു ഡിലീഷൻസ് ആ ഒരു ട്രെൻഡ് ഉണ്ട്. ക്വസ്റ്റ്യൻ ക്യാൻസലേഷൻ ട്രെൻഡ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് അതും കൂടി വെച്ചിട്ട് വേണം പഠിക്കാനായിട്ട്. അപ്പോൾ ഒന്നാമത്തെ കാര്യം, എങ്ങനെ നമുക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാം, നമുക്കതൊരു ലൈവ് ക്ലാസ് വെക്കാം. അപ്പോൾ നമുക്കിന്ന് ഏതൊക്കെയാണ് സിലബസ് എന്തൊക്കെയുണ്ട്, ഏതൊക്കെ നിങ്ങൾക്ക് പഠിക്കാം, ആ കാര്യങ്ങൾ നമുക്കിന്ന് നോക്കാം. ഫുഡ് ടെക്നോളജിയിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്? ഫുഡ് പ്രിസർവേഷൻ. അപ്പോൾ അതിൻ്റെ പല മെത്തേഡ്സ്, ഹീറ്റ് പ്രോസസ്സിങ്, പാസ്ചറൈസേഷൻ, ക്യാനിങ്, ഡീഹൈഡ്രേഷൻ, ഫ്രീസിങ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. കെമിക്കൽ പ്രിസർവേറ്റീവ്സ്, പിന്നെ നമ്മുടെ മൈക്രോവേവ് പ്രോസസ്സിങ്, അങ്ങനെയുള്ളതൊക്കെ നമ്മൾ നേരത്തെ ഉള്ളതൊക്കെ തന്നെയാണ്. 20 മാർക്കുണ്ട് നമുക്ക്. നേരത്തെ 15 മാർക്കാണെങ്കിൽ ഇപ്പോൾ അത് 20 മാർക്കാണ്. നമുക്ക് നല്ല ചിലപ്പോൾ ഡീപ്പായിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. എങ്ങനെ വന്നാലും നമ്മുടെ FSO എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ ഒരു മീഡിയം ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരാൻ സാധ്യതയുള്ളത്. പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് നല്ല ഡീപ്പായിട്ടും വരും. അപ്പോൾ നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്കിങ് പരമാവധി കുറയ്ക്കണം. ആ രീതിയിൽ വേണം പഠിച്ചു പോകാനായിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നൊന്ന് നോക്കാം. ഫുഡ് ടെക്നോളജിയിൽ എന്തൊക്കെയാണ് വരുന്നത്? ഫുഡ് പ്രിസർവേഷൻ ഉണ്ട് അല്ലേ? അതിൻ്റെ തന്നെ പല മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ അത് ഈ ഒരു കാര്യം പഠിക്കുമ്പോഴത്തേക്ക് നമ്മൾ മൈക്രോബയോളജിയൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ സ്റ്റെറിലൈസേഷനും കാര്യങ്ങളും അങ്ങനെയുള്ളതൊക്കെ നോക്കിയിട്ട് വേണം പഠിക്കാനായിട്ട്. എല്ലാം നമ്മൾ പഠിക്കണം. പ്രോബ്ലംസും അങ്ങനെയുള്ളതൊക്കെ നോക്കിക്കൊള്ളണം. നമുക്കിപ്പോൾ കുറച്ച് ഏരിയ ഉള്ളൂ, കുറച്ച് കൂടുതൽ പഠിക്കാനുള്ളതുകൊണ്ട് ചിലപ്പോൾ പ്രോബ്ലംസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഫുഡ് ടെക്നോളജിക്കാർക്കുള്ള പ്രോബ്ലംസ് ഒക്കെ ഇല്ലേ, അതുപോലത്തെ 1, 2, 3 പ്രോബ്ലംസ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ എക്സ്പെക്റ്റ് ചെയ്യാം. പിന്നെ നമുക്ക് ഇതിൽ തന്നെ വരുന്ന കാര്യങ്ങൾ പല രീതിയിലുള്ള കെമിക്കൽ പ്രിസർവേറ്റീവ്സും, ഈ റേഡിയേഷനും, ഹാൻഡിൽ ടെക്നോളജി, മൈക്രോവേവ് പ്രോസസ്സിങ്, അതുപോലെ ഓരോന്നും വരുന്നുണ്ട്. ഹൈ പ്രഷർ പ്രോസസ്സിങ്, ഇറേഡിയേഷൻ, തെർമോസോണിക്കേഷൻ, ഓമിക് ഹീറ്റിംഗ്, ഡയലക്ട്രിക് ഹീറ്റിംഗ്, ഇൻഫ്രാറെഡ്, ഇൻഡക്ഷൻ ഹീറ്റിംഗ്, പിന്നെ ആൻറ്റി ബാക്ടീരിയോസിൻസ്, ഫുഡ് ഫോർട്ടിഫിക്കേഷൻ, ഫുഡ് അഡിക്റ്റീവ്സ്, അങ്ങനെയുള്ളതൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ ഓരോരോ പ്രോഡക്റ്റൊക്കെ ഉണ്ടല്ലോ, ടൊമാറ്റോ പ്രോഡക്റ്റ്, പിന്നെ ഫ്രൂട്ട്സ് എന്നൊക്കെ ഉള്ളത്, പിന്നെ നമ്മുടെ ടീ, കോക്ക, കോഫി, പിക്കിൾസ്, ചട്നി, ഇതിലൊക്കെ നമ്മൾ കുറച്ച് pH കാര്യങ്ങളൊക്കെ പഠിക്കാനുള്ളതൊക്കെ ഉണ്ട്. നമ്മൾ ചില ഫുഡ്സൊക്കെ ഉണ്ടല്ലോ, ഹൈ pH ഒക്കെ ഏതൊക്കെയാണ്, മോഡറേറ്റ് ഏതൊക്കെയാണ്, അതുപോലെ ലോ pH ഏതൊക്കെയാണ്, അതിൽ വരുന്ന പ്രിസർവേറ്റീവ്സ് ഏതൊക്കെയാണ്, അതൊക്കെ നിങ്ങൾ പഠിച്ച് എപ്പോഴും തെറ്റിപ്പോകാനുള്ള ഒരു ഏരിയ ആണ്. അതൊക്കെ നമ്മൾ കൂടുതൽ ടെസ്റ്റ് സീരീസ് ചെയ്താണ് അതൊക്കെ ഓക്കെ ആക്കേണ്ടത് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാം. പിന്നെ നമ്മൾ അതുപോലെ തന്നെ നമ്മുടെ ബാക്കി പൾസസ്, സീരിയൽസ്, മില്ലറ്റ്, ഓയിൽ സീൽഡ്, അതിൻ്റെയൊക്കെ ഇപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ തന്നിട്ട് ഇതിൽ ഏതാണ് മില്ലറ്റ് അല്ലാത്തത്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ പ്രതീക്ഷിക്കണം. അപ്പോൾ അതിൻ്റെയൊക്കെ കുറച്ച് സയൻറ്റിഫിക് നെയിമും കാര്യങ്ങളൊക്കെ പഠിക്കുക. പിന്നെ പാക്കേജിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോന്നിനും ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ അഗ്രികൾച്ചർ നമുക്കില്ല, എന്നാലും നമ്മൾ ഫ്രൂട്ട്സിൻ്റെ പാക്കേജിങ്ങും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അണ്ടറിൽ പഠിച്ചിരിക്കണം. അപ്പോൾ ആ ഒരു ഇപ്പോൾ അഗ്രികൾച്ചർ ഇല്ലെങ്കിലും ആ കാര്യങ്ങൾ ഇപ്പോൾ പാക്കേജിങ് ഒക്കെ ഉണ്ടല്ലോ, ഫുഡിൻ്റെ,
അതുപോലെ നമ്മുടെ ഫ്രൂട്ട്സിൻ്റെ പാക്കേജിങ്, അതിൽ വരുന്ന കാര്യങ്ങളും അതൊക്കെ ഒന്ന് റിലേറ്റ് ചെയ്ത് പഠിക്കുക. അപ്പം നമ്മുടെ റൈപ്പനിങ് കാര്യങ്ങൾ, അത് അഗ്രികൾച്ചർ ഇല്ലെങ്കിലും അതൊക്കെ ഒന്ന് പഠിക്കുക. ഏതൊക്കെ ഫ്രൂട്ട്സാണ്, ഏതൊക്കെ ടൈപ്പാണ്, അത് എങ്ങനെയൊക്കെയാണ് പാക്ക് ചെയ്യേണ്ടത്, അതൊക്കെ നോക്കിക്കൊള്ളണം കേട്ടോ. അഗ്രികൾച്ചർ ഇല്ല എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ലിങ്ക് ചെയ്ത് റിലേറ്റ് ചെയ്ത് പോകുന്ന കാര്യങ്ങളൊക്കെ വിടാൻ പാടില്ല. പിന്നെ ന്യൂട്രീഷണൽ ലേബിളിംഗ് ഓഫ് ഫുഡ് അല്ലേ, പിന്നെ ക്വാളിറ്റി കൺട്രോൾ, പിന്നെ അതുപോലെ തന്നെ ഫുഡ് പ്ലാന്റ് സാനിറ്റേഷൻ, ഫുഡ് ഹൈജീൻ, ഈ ഒരു ഏരിയ എല്ലാവരും വിടുന്ന ഒരു ഏരിയയാണ്. അല്ലെങ്കിൽ ഒന്ന് ചുമ്മാ ഒന്ന് നോക്കിപ്പോവും. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്കൊരു 4 മാർക്കോ, ഇപ്പോൾ ടോട്ടൽ 20 മാർക്കല്ലേ, ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്നും ഈ സാനിറ്റേഷനിൽ തന്നെ വന്നു കഴിഞ്ഞാലും ഇത് മാർക്ക് പോകാൻ സാധ്യതയുള്ള ഒരു ഏരിയയാണ് ഈ ഏരിയ എപ്പോഴും എല്ലാവർക്കും. ഓക്കെ, എന്തെങ്കിലുമൊക്കെ പഠിച്ചു വെക്കും. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ആ ഏരിയ കവർ ചെയ്ത് പോകാൻ പറ്റും. പിന്നെ ഡയറി ടെക്നോളജി ഒരു വലിയ ടോപ്പിക്കാണ്. അത് ഒത്തിരി ഡീപ്പായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് 20 മാർക്ക് കിട്ടുകയുള്ളൂ. പല ടെസ്റ്റുകളുണ്ട്, ഓരോന്നിൻ്റെ ഉണ്ട്. ഇപ്പോൾ സ്റ്റെബിലിറ്റിക്ക് ഏതാണ്, അതുപോലെ തന്നെ മിൽക്കിൻ്റെ pH ഏതാണ്, രണ്ടും കൂടി ചെയ്യുന്ന ഏതാണ്, അങ്ങനെ അതിൽ ചിലപ്പോൾ വരുന്ന റിയേജൻ്റ് ഏതാണ്, അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ, പ്ലാറ്റ്ഫോം ടെസ്റ്റ് ഏതാണ്, ലബോറട്ടറി ടെസ്റ്റ് ഏതാണ്, അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കൺഫ്യൂഷനാവും. അപ്പോൾ ആ രീതിയിലുള്ള ചോദിക്കുക. പിന്നെ ഓരോന്നിൻ്റെയും നമ്മുടെ ഫാറ്റ് പെർസെൻറ്റേജ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഡയറി ടെക്നോളജി. അതൊക്കെ നിങ്ങൾ ടെസ്റ്റ് സീരീസ് മാക്സിമം ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അത് ഓക്കെ ആവുള്ളൂ കേട്ടോ. അപ്പോൾ ആ രീതിയിൽ വേണം പ്രിപ്പയർ ചെയ്യാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, പ്രോഡക്റ്റ് കാര്യങ്ങൾ, ഇതെല്ലാം നോക്കുക. ഏതിലാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. പിന്നെ ഇവിടെ നമ്മുടെ ഹൈജീനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, ക്വാളിറ്റി കൺട്രോളിൽ പറയുന്നത് ഇവിടെയും വരുന്നുണ്ട്, മിൽക്കിൻ്റെയൊക്കെ ആയിട്ട്. അപ്പോൾ അത് പഠിക്കുക. സൈപ്രോ നിങ്ങൾക്ക് ക്രാഷ് കോഴ്സ് തുടങ്ങുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ ടെസ്റ്റ് സീരീസ് ഫ്രീ ആണ്. ഇപ്പോൾ മൈക്രോബയോളജിക്കൊക്കെ നമുക്ക് ഏകദേശം ഒരു 10,000 പ്ലസ് ടെസ്റ്റ് സീരീസ് ഉണ്ടായിരുന്നു, അത്രത്തോളം ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് FSOയ്ക്കും എത്രത്തോളം പോസിബിൾ ആകും. ഇപ്പോൾ 10,000 നിങ്ങൾക്ക് തരാൻ പറ്റുമെങ്കിൽ 10,000 ക്വസ്റ്റ്യൻസ് തന്നെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ എത്രത്തോളം ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അത്രത്തോളം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും ടെസ്റ്റ് സീരീസ് ആയിട്ട്. നമുക്ക് മാക്സിമം ടെസ്റ്റ് സീരീസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നെഗറ്റീവ് മാർക്കിംഗ് ഒഴിവാക്കി മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ കുറേ പഠിക്കും, കുറേ റിവൈസ് ചെയ്ത്, പക്ഷെ നമുക്ക് 100 മാർക്കിൽ എത്ര കിട്ടണം? ഓക്കെ, അതാണ് നമ്മൾ കുറേ പഠിക്കേണ്ടാവും. ചിലപ്പോൾ ഒരു കുറേ ഏരിയ പഠിച്ചാൽ ഒരു 100 മാർക്കിനുള്ളത് നമ്മൾ എത്രത്തോളം അവിടെ നമുക്ക് കറക്റ്റാക്കാൻ പറ്റുമോ അതിലാണ് നമുക്ക് കിട്ടണോ ഇല്ലയോ എന്നുള്ളതായിരിക്കണം. അപ്പോൾ നിങ്ങൾ നെഗറ്റീവ് മാർക്കിംഗ് ഒഴിവാക്കണം. ഓക്കെ, അതിനെ മാക്സിമം ടെസ്റ്റ് ചെയ്യുക. പിന്നെ വെറ്റിനറി സയൻസ്, അപ്പോൾ അതിൽ നമ്മൾ ആനിമൽസിനെ കൊണ്ടുവരുന്നു അല്ലേ, എങ്ങനെയാണ് അവരെ കൊല്ലുന്നത്, പലർക്ക് പല രീതിയിലുള്ള മെത്തേഡ്സ് ഉണ്ട്. അത് കഴിഞ്ഞ് എങ്ങനെയാണ് നമ്മൾ മീറ്റ് എക്സാമിൻ ചെയ്യുന്നത്, അതുപോലെ തന്നെ മീറ്റ് ഫിസിയോളജി, അതിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഏതൊക്കെയാണ് പ്രോട്ടീൻസ് ഉള്ളത്, നമ്മുടെ ആക്റ്റിനും മയോസിനും, അങ്ങനെയുള്ള കാര്യങ്ങളും റിഗർ മോർട്ടിസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. പിന്നെ ഓരോരോ ഡിസീസ് ഉണ്ടല്ലോ റിലേറ്റ് ചെയ്തിട്ടുള്ള വെറ്റിനറി സയൻസ്, ഇപ്പോൾ പിഗിലൊക്കെ ഏതൊക്കെയാണ് ഡിസീസ് ഉള്ളത്, അങ്ങനെയുള്ളതൊക്കെ ഇവിടെ നമ്മൾ പഠിക്കണം. അതിൻ്റെ അതുപോലെ തന്നെ പ്രിസർവേറ്റീവ്സ്, അതിൻ്റെ പാക്കേജിങ്, പിന്നെ പലതരത്തിലുള്ള പ്രോഡക്റ്റ് ഉണ്ട് അല്ലേ, പിഗിൽ നിന്നുണ്ടാക്കുന്നത് ഏതൊക്കെയാണ്, ഫെർമെൻറ്റഡ് പ്രോഡക്റ്റ് ഏതൊക്കെയാണ്, പിന്നെ നമ്മുടെ മയോഗ്ലോബിനും അതിനായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കളർ ചേഞ്ച് ഒക്കെ ഉണ്ടല്ലോ മീറ്റിലുള്ളത്, pH കൂടുമ്പോൾ എങ്ങനെയാണ്, pH കുറയുമ്പോൾ എങ്ങനെയാണ്, പിന്നെ ഓക്സിഡേഷൻ സംഭവിക്കുമ്പോൾ എങ്ങനെയാണ്, റിഡക്ഷനിൽ എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളത്. അതൊക്കെ ഡീപ്പായിട്ട് പഠിച്ചോളണം, കാരണം 20 മാർക്ക് നമുക്കിവിടെ ചോദിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ കുറേ ഏരിയ നമ്മൾ ഈ മീറ്റിൽ നിന്ന് തന്നെയാണ്. പിന്നെ നമുക്ക് എഗ്ഗിൻ്റെ കുറച്ചുണ്ട്, എഗ്ഗിൻ്റെയൊക്കെ തന്നെയാണെങ്കിൽ ഇവിടെ ഫെർമെൻറ്റഡ് എഗ് പ്രോഡക്റ്റ് ഏതൊക്കെയാണ് അതൊക്കെ ഇവിടെ നോക്കിക്കൊള്ളണം. പിന്നെ അതിൻ്റെ പ്രിസർവേഷനും സ്റ്റോറേജും അതിൽ വരുന്ന കുറേ ടെസ്റ്റുകളും അതെല്ലാം നോക്കിക്കൊള്ളണം. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ജനറ്റിക്കലി മോഡിഫൈഡ് ആനിമൽസ്, അപ്പോൾ അതിൻ്റെ അതുപോലെ തന്നെ മറീൻ ഒറിജിൻ ഫിഷ് കാര്യങ്ങളൊക്കെ. അപ്പോൾ അവിടെ എന്താണ് ഈ ജനറ്റിക്കലി മോഡിഫൈഡ്, എന്താണ് അതിൻ്റെ ഏതൊക്കെ രീതിയിലാണ് അവരെ ജനറ്റിക്കലി മോഡിഫൈ ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കൊള്ളണം. ഓക്കെ, അപ്പോൾ മനസ്സിലായോ? നമ്മൾ പല രീതിയിലല്ലേ ജനറ്റിക് മോഡിഫിക്കേഷൻ, നമ്മൾ ട്രാൻസ്ഫോർമേഷനൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം നോക്കിക്കൊള്ളണം. പിന്നെ ന്യൂട്രീഷണൽ ബയോകെമിസ്ട്രി ആൻഡ് ഫുഡ് അനാലിസിസ്, അപ്പോൾ നമ്മുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പഠിക്കണം. കാർബോഹൈഡ്രേറ്റ്, ലിപ്പിഡ്സ്, പ്രോട്ടീൻസ്, ഫൈബർ. അപ്പോൾ ഇതിലൊക്കെ ഇനി ഡീപ്പ് ലേണിംഗ് വേണം. ഓരോന്നും ചുമ്മാ പെരിഫറലായിട്ട് പഠിക്കാൻ പറ്റില്ലേ. ഇപ്പോൾ പ്രോട്ടീനിൽ രാമചന്ദ്രൻ പ്ലോട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ഏതൊക്കെയാണ് വരുന്നത്, അങ്ങനെയുള്ള രീതിയിലൊക്കെ നിങ്ങൾ പഠിച്ചോളണം കുറച്ച് ഡീപ്പായിട്ട്. ലിപ്പിഡ്സ് ആണെങ്കിൽ ഓരോന്നിലും എന്തൊക്കെയാണ് ഉള്ളത്, ഇപ്പോൾ വെളിച്ചെണ്ണയിൽ ഏതൊക്കെയാണ്, അങ്ങനെയുള്ളതൊക്കെ നമ്മൾ സൺഫ്ലവർ ഓയിലിൽ ഏതൊക്കെയാണ് ഉള്ളത്, അങ്ങനെയുള്ളതൊക്കെ ആയിട്ട് കുറേ അധികം പഠിച്ചോളണം. പിന്നെ നമുക്ക് വൈറ്റമിൻസും
മിനറൽസും, അപ്പോൾ അതിൻ്റെ ഡെഫിഷ്യൻസിയും ഡിസീസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കൊള്ളണം. ഏതാണ് റെക്കമെൻഡഡ് ഡെയിലി അലവൻസ്, അത് കുറച്ച് കൺഫ്യൂഷനുള്ള കാര്യമാണ് അല്ലേ, കുറച്ച് ആണ് പറയുന്നതെങ്കിൽ നമുക്ക് കുറച്ചധികം റിക്വയർമെൻ്റ് ഉണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ പഠിക്കുക. പിന്നെ നമുക്ക് ഈ ഒരു ഏരിയ മിക്കപ്പോഴും കുറച്ച് ഡീപ്പായിട്ടുള്ള ക്വസ്റ്റ്യൻ വരുന്ന ഏരിയയാണ്, അതായത് ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ. അതൊക്കെ നന്നായിട്ട് പഠിക്കുക. എല്ലാവരും ഒന്ന് ജസ്റ്റ് വായിച്ചു പോകും, പക്ഷേ അതൊക്കെ നല്ല ഡീപ്പായിട്ട് പഠിക്കുക. ഓരോന്നിൻ്റെയും എങ്ങനെയാണ് ഡൈജഷനും അബ്സോർപ്ഷനും നടക്കുന്നത്. പിന്നെ ബയോളജിക്കൽ വാല്യൂ ഓഫ് പ്രോട്ടീൻസ്, അതൊക്കെ സിമ്പിളാണ്, നമുക്ക് മനസ്സിലാക്കിയെടുക്കുക. അത് എത്രയാണ് അതിൻ്റെ വാല്യൂയും കാര്യങ്ങളോ അത് പഠിച്ചാൽ മതിയാവും. നെറ്റ് പ്രോട്ടീൻ യൂട്ടിലൈസേഷൻ, നെറ്റ് പ്രോട്ടീൻ റേഷ്യോ, കെമിക്കൽ സ്കോർ, ഫ്രീ റാഡിക്കൽസ്, ആൻറ്റി ഓക്സിഡൻറ്റ്സ്, എനർജി വാല്യൂ ഓഫ് ഫുഡ്, റെസ്പിറേറ്ററി കോഷ്യൻ, ബേസൽ മെറ്റാബോളിക് റേറ്റ്, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നോക്കുക. നമുക്കൊരു പനി വന്നു കഴിഞ്ഞാൽ എന്താണ് മെറ്റാബോളിക് റേറ്റ് കൂടുകയോ കുറയോ, ആ രീതിയിലൊക്കെ കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ ഫിസിയോളജി ആയിട്ട് റിലേറ്റ് ചെയ്തൊക്കെ പഠിക്കണം. പിന്നെ നമ്മുടെ ഡിറ്റർമിനേഷൻ ഓഫ് എനർജി മെറ്റബോളിസം ഡ്യൂറിങ് വർക്ക്, അപ്പോൾ ആ ഒരു റിലേറ്റ് ചെയ്തുള്ള കാര്യങ്ങൾ, RDA, പിന്നെ SDA ഓഫ് ഫുഡ്, ബാലൻസ് ഡയറ്റ് ഫോർമുലേഷൻ, പിന്നെ നമ്മുടെ അനലിറ്റിക്കൽ ടെക്നിക്സ് ഒക്കെ ഉണ്ടല്ലോ, യൂസ്ഡ് ഇൻ ഡിറ്റക്ഷൻ ഓഫ് അഡൾട്രേഷൻ ഓഫ് ഫുഡ്. അപ്പോൾ ഈ ഒരു ഏരിയ ഡീപ്പായിട്ട് പഠിക്കണം. അതായത് സ്പെക്ട്രോസ്കോപ്പിക് ടെക്നിക്കും ക്രൊമാറ്റോഗ്രഫിക് ടെക്നിക്കും നമുക്ക് ഡീപ്പായിട്ട് പഠിക്കണം. ഇവിടെ നമുക്ക് പ്രോബ്ലംസ് ഒക്കെ, ഇപ്പോൾ ഫുഡ് ടെക്നോളജിക്ക് നമുക്ക് പ്രോബ്ലംസ് വരാൻ സാധ്യതയുണ്ട്. ഇവിടെ നമുക്ക് പ്രോബ്ലംസ് ഒക്കെ നോക്കാം, വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നമ്മുടെ ഫുഡ് അനാലിസിസ് പഠിക്കുക. അഡൾട്രേഷൻ ഏതൊക്കെയാണ് അഡൾട്രൻ്റായിട്ട് യൂസ് ചെയ്യുന്നത്, പിന്നെ നമ്മുടെ വാല്യൂസ് അല്ലേ, ഐഡിയൽ വാല്യൂസ്, സപ്പോണിഫിക്കേഷൻ വാല്യൂസ്, പിന്നെ കുറച്ച് വാല്യൂസ് ഒക്കെ ഉണ്ട്, അത് എക്സ്ട്രാ ഒക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി പോവുക. പിന്നെ നമ്മുടെ മൈക്രോബയോളജിയിൽ 20 മാർക്ക് നമുക്ക് ഡീപ്പായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കണം. മൈക്രോബയോളജി, അതുപോലെ തന്നെ സ്റ്റെയിനിങ്ങും സ്റ്റെറിലൈസേഷനും കൾച്ചർ മീഡിയ, ഏതൊക്കെ ഫാക്ടേഴ്സാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, ഡി വാല്യൂ, സെഡ് വാല്യൂ, ഇതിൻ്റെയൊക്കെ പ്രോബ്ലംസ് വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അതുപോലെ തന്നെ സോഴ്സസ് ഓഫ് മൈക്രോ ഓർഗാനിസംസ് ഇൻ ഫുഡ്, അങ്ങനെ അതിൻ്റെ കാര്യങ്ങളും കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പഠിക്കുക, ഫുഡായിട്ട് റിലേറ്റ് ചെയ്ത്. അതായത് ബേസിക് നമ്മൾ സ്പോയിലേജും കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്, അതെല്ലാവർക്കും പഠിക്കാൻ ഇഷ്ടമില്ലാത്തൊരു ഏരിയയാണ്, അതൊക്കെ ഒന്ന് പഠിക്കുക. പിന്നെ ഫുഡ് സ്പോയിലേജ്, ടൈപ്പ് കോസസ്, അതിൻ്റെ ഓരോരോ ഓർഗാനിസംസ്, ഫുഡ് ബോൺ ഡിസീസൊക്കെ ഉണ്ടല്ലോ, അത് എന്താണ്, ഇൻടോക്സിക്കേഷൻ എന്താണ്, ഫുഡ് ബോൺ ഇൻഫെക്ഷൻ എന്താണ്, ഏതൊക്കെയാണ് വരുന്നത്, അതിൻ്റെ ഡീപ്പായിട്ട് പഠിക്കുക. ഏതൊക്കെ വാക്സിനാണ് യൂസ് ചെയ്യണത്, അതൊക്കെയും പഠിച്ചോളണം, അതൊക്കെയും റിലേറ്റ് ചെയ്ത് പൊക്കോളണം. അതൊന്നും സിലബസിലില്ല, പക്ഷേ അതൊക്കെ റിലേറ്റ് ചെയ്ത് പഠിച്ചോളണം. പിന്നെ ഫുഡ് പോയ്സണിങ് കാര്യങ്ങൾ, അതെങ്ങനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാം, കൺട്രോൾ ചെയ്യാം, സാനിറ്റേഷൻ അങ്ങനെയുള്ളത് ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട്, അത് പഠിക്കുക. പിന്നെ നമ്മൾ എന്തൊക്കെയാണ് അത് ഫുഡ് ഹാൻഡിൽ ചെയ്യണ ആൾക്കാർ, അതൊക്കെ നമ്മൾ പഠിക്കുക. പിന്നെ അഡൾട്രേഷൻ ഓഫ് ഫുഡ്, പിന്നെ സാനിറ്റൈസേഷൻ ഓഫ് ഈറ്റിംഗ് പ്ലേസ്, ഫെർമെൻറ്റഡ് ഫുഡ്, ഇതെപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഇത് പല ടൈപ്പ് ഉണ്ട്, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നമ്മൾ സാക്കി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എന്താണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഓരോ കൺട്രിയിലുള്ള ഓരോ രീതിയിലുള്ളത്. പിന്നെ നമ്മൾ മൈക്രോബയോളജിക്കൽ അനാലിസിസ് ഓഫ് ഫുഡ് ആൻഡ് വാട്ടർ, ക്വാളിറ്റേറ്റീവും ക്വാണ്ടിറ്റേറ്റീവും, ഇൻഡിക്കേറ്റർ ഓർഗാനിസംസ്, കോളിഫോംസ്, പാത്തോജന പല രീതിയിലുള്ള ഡിറ്റർമിൻ ചെയ്യുന്നത്, മോളിക്കുലർ ബയോളജി ടെക്നിക്സ് ഉള്ളതൊക്കെ പഠിക്കുക. പിന്നെ അതുപോലെ തന്നെ മൈക്രോബയോളജിക്കൽ സ്റ്റാൻഡേർഡ് ഓഫ് ഫുഡ് ആൻഡ് വാട്ടർ പഠിക്കുക. വാട്ടർ പ്യൂരിഫിക്കേഷൻ ഫോർ ഡൊമസ്റ്റിക് ആൻഡ് മുനിസിപ്പൽ പർപ്പസ്, അതൊക്കെ പഠിക്കുക. സീവേജ് ട്രീറ്റ്മെൻ്റ് ഒക്കെ പഠിക്കുക. പിന്നെ എൻസൈംസ് എന്നുള്ള ഏരിയ നമുക്ക് ഇപ്പോൾ ആപ്ലിക്കേഷൻ ഓഫ് എൻസൈംസ് ഇൻ ഫുഡ് ഇൻഡസ്ട്രി ആണെങ്കിലും എൻസൈംസിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പഠിക്കുക. എൻസൈം ഇമ്മൊബിലൈസേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുക. പിന്നെ പല എൻസൈംസ് ഒക്കെ ഉണ്ടല്ലോ, എന്തൊക്കെയാണ് അവരുടെ ഡ്യൂട്ടീസ്, എവിടെയാണ് യൂസ് ചെയ്യണത്, ബയോ റിയാക്ഷൻ, സിംഗിൾ സെൽ പ്രോട്ടീൻസ് നമ്മൾ പറഞ്ഞു, മോളിക്കുലർ ഡിറ്റക്ഷൻ ഓഫ് ഫുഡ് കണ്ടാമിനേഷൻ, പിന്നെ ജനറ്റിക്കലി മോഡിഫൈഡ് ഫുഡ് ആൻഡ് ഡയർ ലേബലിംഗ്. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. സൈപ്രോ ക്ലാസ്സസ് അവൈലബിൾ ആണ്, നിങ്ങൾക്ക് മാക്സിമം ടെസ്റ്റ് സീരീസ് ഉണ്ടാവും കേട്ടോ. പിന്നെ ഇവിടെ ഒരു കാര്യം എഴുതിയിട്ടുണ്ടല്ലോ, എന്തും വരാം. ഓക്കെ, നമുക്കിവിടെ ലോ ഇല്ല അല്ലേ, ലോസ് ഒന്നുമില്ല. പക്ഷേ നിങ്ങൾക്ക് ഫുഡ് ലോസ് ഒക്കെ വേണമെങ്കിൽ പഠിക്കാം. ചിലപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് അല്ലേ, 1-2 ഇവർ ചിലപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസോ അങ്ങനെയൊക്കെ നോക്കിയൊക്കെ ഇടുവാണെങ്കിൽ 1-2 ക്വസ്റ്റ്യൻസൊക്കെ ചിലപ്പോൾ വരാം. അല്ലെങ്കിൽ ഇത് എപ്പോഴും ഈ ഒരു ഏരിയ നിങ്ങൾ പഠിക്കാതെ വിടാൻ പറ്റില്ല അല്ലേ. നമുക്ക് ഇൻ്റർവ്യൂവിനൊക്കെ ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ് ഇത്, ഈ ഒരു ഏരിയ. അപ്പോൾ ഇത് നിങ്ങൾ നല്ല ഫ്ലോ ആയിട്ട് നന്നായിട്ട് പഠിക്കേണ്ട ഏരിയ ആണ് ഫുഡ് ലോസ്. അത് ഇപ്പോൾ എക്സാമിനില്ല എന്ന് കരുതി നിങ്ങൾ പഠിക്കാതിരിക്കരുത്, നന്നായിട്ട് പഠിച്ചോളണം. ഫുഡ് സേഫ്റ്റി ലോ ഒക്കെ നന്നായിട്ട് പഠിച്ചോളണം കേട്ടോ. അപ്പോൾ അത് എക്സാം കഴിഞ്ഞിട്ടാണെങ്കിലും നിങ്ങൾക്ക് പഠിക്കാം. ഇപ്പോൾ പിന്നെ എക്സാമിന് വേണ്ടിയിട്ട് എന്തൊക്കെയും റിലേറ്റ് ചെയ്ത് നമ്മൾ ഓരോന്ന് പടൽ ട്രെൻഡും കാര്യങ്ങളും അങ്ങനെയുള്ളതൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി പോകാം ലോ ആയിട്ട്. പിന്നെ നമ്മൾ അഗ്രികൾച്ചർ നമുക്കില്ല, പക്ഷേ അഗ്രികൾച്ചറിൽ നമുക്കും അതുപോലെ തന്നെ അല്ലേ, അഗ്രികൾച്ചറിലും
കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ അല്ലേ റിലേറ്റ് ചെയ്തിട്ട് നമ്മുടെ ഫുഡ് ടെക്നോളജി ആയിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് നോക്കാം. മനസ്സിലായോ? അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. സൈപ്രോ ക്ലാസ്സസ് അവൈലബിൾ ആണ്. ടെസ്റ്റ് സീരീസ് നിങ്ങൾക്ക് ഫ്രീ ആയിരിക്കും. മാക്സിമം ടെസ്റ്റ് സീരീസ് ഉണ്ടാവും നിങ്ങൾക്ക് കേട്ടോ. താങ്ക് യു.